അമേരിക്കയുടെ താവളങ്ങൾക്ക് നേരെ ഇറാന്റെ തിരിച്ചടി ഉണ്ടായപ്പോഴാണല്ലോ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. യഥാർത്ഥത്തിൽ അതിനുള്ള ഒരു മറുപടിയൊക്കെ ശക്തമായിരിക്കുമെന്ന് പറഞ്ഞ ട്രംപ് എന്തെങ്കിലും ഒന്ന് ചെയ്തതിന് ശേഷമായിരിക്കേണ്ടിയിരുന്നു ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തിലേക്ക് പോകേണ്ടത്. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത്. ഇറാൻ ഇതിനെതിരെ ശക്തമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങിയിട്ടുണ്ട്. വ്ളാഡിമിർ പുടിനുമായി തൊട്ടടുത്ത ദിവസം ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന കാര്യം ട്രംപിന് അറിയാം. ഇതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ട്രംപ് ഇങ്ങനെ ഒരു നീക്കം നടത്താനുള്ള കാര്യം. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഈ ഒരു നീക്കം ഇറാനിൽ നടത്തുമ്പോൾ അതിനു മുമ്പുള്ള ചില കാര്യങ്ങൾ വായിക്കേണ്ടതുണ്ട്. തൊട്ടു മുമ്പ് അറബ് രാഷ്ട്രങ്ങളിൽ സൗദി അറേബ്യയിൽ ട്രംപ് വന്നിരുന്നു. അന്ന് ഏകദേശം $3 ട്രില്യൺ ട്രംപിന് കൈമാറിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് പണം വാങ്ങി ഇറാനെ ആക്രമിക്കുക എന്നതാണ് മുൻകാലങ്ങളിലെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പദ്ധതി. ഇവിടെ ഇറാനെ തകർക്കുക എന്ന വിഷയത്തിൽ അറബികളുടെ മുന്നിൽ രണ്ട് കാര്യങ്ങൾ അമേരിക്ക മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയുണ്ട് ഇസ്രായേലും. ഒന്നാമത്തെ കാര്യം ഇറാനിലെ ഭരണമാറ്റം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ അറബ് രാഷ്ട്രങ്ങൾക്ക് അത് പ്രശ്നമല്ല. ഈ ഭരണകൂടവുമായിട്ടാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി ഉള്ളത്. ഇനി ഈ ഭരണം നിലനിൽക്കുകയാണെങ്കിൽ അവർക്ക് ആണവായുധം ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു കാര്യവും ഈ രണ്ട് കാര്യങ്ങളിൽ ഒന്നെങ്കിലും നടപ്പിലാക്കുക എന്നതായിരുന്നു യഥാർത്ഥത്തിൽ ട്രംപിന്റെയും ഇസ്രായേലിന്റെയും ഒക്കെ പദ്ധതി. പക്ഷെ ഈ രണ്ട് കാര്യവും നടക്കാതെ പോയി എന്ന് മാത്രമല്ല, ഇത് വളരെ പെട്ടെന്ന് നടത്താൻ കഴിയില്ല. ഒരു ദീർഘകാലത്ത് യുദ്ധത്തിലേക്ക് ഇസ്രായേൽ പോകേണ്ടി വരും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിലെ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത്, അമേരിക്കയിലെ പ്രഗത്ഭരായ ആളുകൾ പറഞ്ഞത്, കൂടുതൽ ദിവസമൊന്നും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇറാന്റെ ആക്രമണങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ ഇറാൻ ഒരു 10 മിസൈൽ അയക്കുമ്പോൾ 7-8 മിസൈലുകൾ അല്ലെങ്കിൽ 6-7 മിസൈലുകൾ ലക്ഷ്യത്തിൽ പതിക്കുന്നുണ്ട്. എന്നാൽ പ്രതിരോധം തീരെ ഇല്ലാതാകുന്ന ഘട്ടത്തിൽ എന്തായിരിക്കും അവസ്ഥ? നമുക്കറിയാം, ഇന്ന് തന്നെ ബീർസബയിൽ ശക്തമായ ആക്രമണം ഇറാൻ നടത്തിയിട്ടുണ്ട്. ഇസ്രായേലിൽ ആളുകൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് നീണ്ടുപോയാൽ ഇസ്രായേലിലെ ആളുകളുടെ ജീവിതം ദുസ്സഹമായിരിക്കും. ഇപ്പോൾ തന്നെ ആളുകൾ വിളിച്ചു പറയുന്ന, വിലപിക്കുന്ന ഒരുപാട് വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ വീടുകൾ നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ കൂട്ടുകാർ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നാണ്. പക്ഷേ ഇസ്രായേൽ പുറത്തുവിടുന്ന കണക്ക് പ്രകാരം കൂട്ടുകാർ നഷ്ടപ്പെട്ടതിന്റെ കണക്കുകൾ വളരെ ചെറുതാണ്. പക്ഷെ അവിടെയുള്ള ആളുകൾ പറയുന്നത് അവർക്ക് പലരും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ്. മരണത്തിന്റെ കണക്കാണെങ്കിലും ആളുകളെ കാണാതായതിന്റെയും ഒരുപാട് വലിയ കണക്കുകളുണ്ട്. ഇതെല്ലാം ബിൽഡിങ്ങുകൾക്കിടയിൽ കുടുങ്ങിപ്പോയ ആളുകളായിരിക്കാനാണ് സാധ്യത. അതോടൊപ്പം വീട് നഷ്ടപ്പെട്ട വലിയൊരു വിഭാഗം ആളുകളുണ്ട്. ഇതെല്ലാം ഒരുപക്ഷെ ഈ ഇറാനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി നെതന്യാഹുവിനെതിരെ തെരുവുകളിൽ ഇറങ്ങാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇതും കൂടെ മനസ്സിലാക്കുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. എന്നാൽ മൊസാദിനെ ഉപയോഗപ്പെടുത്തി വളരെ പെട്ടെന്ന് ഇറാനിൽ ഭരണമാറ്റം നടത്തുക എന്നത് ഇറാനും ഇസ്രായേലും അമേരിക്കയും ലക്ഷ്യം വെച്ചതാണ്. അതിനുവേണ്ടി അവരുടെ മുൻ നിരയിലുള്ള ആളുകളെയൊക്കെ വധിച്ചു കളഞ്ഞു. കാംനയെയും വധിക്കുകയാണ് എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടന്നു. ഉടനെ വധിക്കുമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അതിനുവേണ്ടി അവിടെയുള്ള മൊസാദിന്റെ സംവിധാനങ്ങളെല്ലാം അവർ ഉപയോഗപ്പെടുത്തി. എന്നാൽ ഈ ഭരണമാറ്റം എന്ന അധ്യായം ഒന്നാമത്തെ ദിവസം തന്നെ ഇറാന്റെ തിരിച്ചടിയോടുകൂടെ അസ്തമിച്ചിരിക്കുകയാണ്. മൊസാദിനെ പിടികൂടുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യാൻ തുടങ്ങി. 100 കണക്കിന് മൊസാദിന്റെ ഉദ്യോഗസ്ഥരും ആളുകളുമാണ് അവിടെ പിടികൂടപ്പെട്ടത്. കഴിഞ്ഞ ദിവസം തന്നെ 20-ലധികം ആളുകളെ പിടികൂടിയിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത ദിവസം ധാരാളം ഡ്രോണുകളും മറ്റുമായി മൊസാദിന്റെ ആളുകളെ പിടികൂടിയിട്ടുണ്ട്. അതിന് തൊട്ടു മുമ്പ് 400ഓളം മൊസാദിന്റെ ആളുകളെ ബങ്കറുകളിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ ശൃംഖല മൊസാദ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഉപയോഗപ്പെടുത്തി അവിടെ വിപ്ലവങ്ങൾ ഉണ്ടാക്കി മുൻനിരയിലുള്ള ആളുകളെ തകർത്ത് ഉടനെ തന്നെ ആളുകൾ തെരുവിലിറങ്ങുന്ന സാഹചര്യങ്ങളിലേക്ക് പോകണം എന്നതായിരുന്നു ആദ്യം തയ്യാറാക്കിയ പദ്ധതി. പക്ഷെ ഇറാൻ ആദ്യമായി അവിടെ നെറ്റ് സംവിധാനങ്ങൾ വിച്ഛേദിച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെ ആളുകളിലേക്ക് ഇങ്ങനെയുള്ള വാർത്തകൾ സ്പ്രെഡ് ചെയ്യാൻ സാധിച്ചില്ല. അതിനുശേഷം എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് അവിടെ കണക്ഷൻ നൽകാൻ വേണ്ടി തയ്യാറായി. പക്ഷെ അതിനെതിരെ ശക്തമായ രൂപത്തിലുള്ള നീക്കം ഇറാന്റെ ഭാഗത്തുണ്ടായി. അത് സാധിക്കാതെ പോവുകയും ചെയ്തു. പിന്നീട് അല്പാൽപമായി സ്പീഡ് കുറഞ്ഞ നെറ്റ് സംവിധാനങ്ങളാണ് പിന്നെ ഇറാൻ നൽകിയിട്ടുള്ളത്. എന്തായിരുന്നാലും ഒന്നാമത്തെ കാര്യം അസ്തമിച്ചു. ഇനി മൊസാദിന് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നതുപോലും ഒരു ചിന്തിക്കാൻ പറ്റാത്ത അധ്യായമായി ഇസ്രായേലിന്റെ മുന്നിൽ മാറുകയാണ്. എന്നാൽ ഈ ഒന്നാമത്തെ കാര്യം അവിടെ പൂർണ്ണമായും അവസാനിക്കുമ്പോൾ രണ്ടാമത്തെ കാര്യത്തിലേക്ക് നീങ്ങുകയാണ്. അത് ഇസ്രായേൽ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടു. ആദ്യ ദിവസം തന്നെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമിച്ചു. എന്നാൽ ഈ ആക്രമണങ്ങൾക്കൊന്നും തന്നെ ആണവ റിയാക്ടറുകളിൽ എന്തെങ്കിലും ഒരു പരിക്കേൽപ്പിക്കാൻ
സാധിച്ചില്ല എന്ന് വസ്തുതയാണ്. എന്നാൽ ആ രീതിയിൽ തന്നെ യുദ്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അത് അറബികൾക്ക് മുന്നിൽ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകും. കാരണം ഈ യുദ്ധമൊക്കെ വലിയ വില പറഞ്ഞ് നടത്തുന്നതായതുകൊണ്ട് തന്നെ അറബികൾക്ക് മുന്നിൽ ഇത് അവതരിപ്പിക്കാൻ പ്രയാസമായി മാറും. അങ്ങനെയാണ് B-2 ബോംബറുകളുമായി അമേരിക്ക ഇറാന്റെ മുകളിലെത്തുന്നത്. ആ ആക്രമണങ്ങൾക്കും യഥാർത്ഥത്തിൽ വേണ്ട രീതിയിലുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നാ പറയുന്നത്. കാരണം 80 മീറ്റർ കോൺക്രീറ്റുകൾ അല്ലെങ്കിൽ പാറ കൊണ്ടാണ് അവിടെ അതിന്റെ മുകൾ ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ മലയിൽ ശക്തമായ പാറകൾക്ക് താഴെയാണ് ഇതുള്ളത്. അതേസമയത്ത് അമേരിക്കയുടെ ഏറ്റവും വലിയ GPU 57 എന്നറിയപ്പെടുന്ന ബങ്കർ ബസ്റ്റർ മിസൈലുകൾക്ക് ഇത്രയും ആഴത്തിലേക്ക് കോൺക്രീറ്റ് തുളച്ചു പോകാനോ പാറ തുളച്ചു പോകാനോ കഴിയില്ല. കേവലം ഭൂമിയിലാണെങ്കിൽ അത് സാധ്യമാകും. ബിൽഡിങ്ങുകളാണെങ്കിലും ബേസ്മെന്റുകൾ എത്രയുണ്ടെങ്കിലും വളരെ ദൂരം തുളച്ചു പോകാൻ സാധിക്കും. പക്ഷേ കോൺക്രീറ്റിന്റെയും അതുപോലെ പാറയുടെയും കട്ടിയുള്ള ഈ ഭാഗം തുളച്ചു പോകാൻ ഒരു 18 മീറ്റർ ഒക്കെ പരമാവധി ഈ മിസൈലുകൾക്ക് സാധിക്കുകയുള്ളൂ. പക്ഷെ അതിലേറെ താഴെയാണ് ഇറാന്റെ ഈ ആണവ സംവിധാനങ്ങൾ ഉള്ളത്. ഇപ്പോൾ അമേരിക്കയുടെ തന്നെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയുടെ ആക്രമണത്തിലൂടെ ഒന്നും നടത്താൻ സാധിച്ചിട്ടില്ല എന്നാണ്. ഏറ്റവും വലിയ സ്ട്രാറ്റജിക് ആയുധങ്ങളെല്ലാം ഉപയോഗിച്ച് ആക്രമണം നടത്തി അതിനൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ ഇനി അമേരിക്കയുടെ ഇസ്രയേലിന്റെ മുന്നിൽ ഇത് തകർക്കാനുള്ള സംവിധാനങ്ങളില്ല. ഇനി മൊസാദിനെ എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നതല്ലാതെ മറ്റു വഴികളില്ല എന്ന് ഇസ്രയേലും അമേരിക്കയും മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് അമേരിക്കയുടെ ആക്രമണം നടന്നതിന് ശേഷവും നെതന്യാഹു പറഞ്ഞത് ആ ആണവ റിയാക്ടർ തകർന്നു എന്ന കാര്യം ഞങ്ങൾക്ക് ഉറപ്പില്ല എന്നാണ്. രണ്ടാമത്തെ കാര്യം 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം എവിടേക്ക് മാറ്റി എന്നതും ഇസ്രയേലിനും അമേരിക്കക്കും അറിയില്ല. ആ യുറേനിയം ഉപയോഗിച്ച് ഇറാന് ആണവായുധം നിർമ്മിക്കാൻ സാധിക്കുകയും ചെയ്യും. മാത്രമല്ല അതിനിടയിൽ മറ്റൊരു വാർത്ത കൂടെ വരുന്നു. ഇതൊന്നുമല്ലാത്ത രഹസ്യ ആണവ കേന്ദ്രങ്ങൾ വേറെയും ഇറാനും ഉണ്ട് എന്ന്. കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഇറാന്റെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് ആ കാര്യം പറഞ്ഞിട്ടുള്ളത്. അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് യുറേനിയം എന്നാണ്. അങ്ങനെ വരുമ്പോൾ ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നതും അടഞ്ഞ അധ്യായമാണ്. എന്തിനധികം പറയണം, അമേരിക്കയും ഇസ്രയേലും ഇറാന് മുന്നിൽ വെച്ചിരുന്ന കാര്യം ആണവ റിയാക്ടറിലെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്നാണ്. ഇതായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള ഒരു കരാറിൽ മാത്രമേ ഇറാനുമായി ഞങ്ങൾക്ക് പോകാനുള്ളൂ എന്നാണ്. ലിബിയയിൽ എന്താണോ ചെയ്തത് ആ രീതിയിൽ തന്നെ ചെയ്തെങ്കിലേ ഇറാനുമായി ഞങ്ങളുടെ ഒരു കരാറിലേക്ക് പോവുകയുള്ളൂ എന്നാണ്. സമാധാനപരമായ രൂപത്തിലാണ് ഞങ്ങളുടെ ആണവ റിയാക്ടറുകൾ പ്രവർത്തിക്കുകയുള്ളൂ. ആണവായുധം നിർമ്മിക്കാനുള്ള ശ്രമങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവുകയില്ല. ആ രീതിയിലുള്ള ഒരു കരാറിലേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇറാൻ മുന്നോട്ട് വെക്കുമ്പോഴും അത് അംഗീകരിക്കാൻ പോലും അമേരിക്കയും ഇസ്രായേലും തയ്യാറായിട്ടില്ല. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ആണവ റിയാക്ടറുകൾ തുടച്ചു നീക്കണമെന്നായിരുന്നു ഇതുവരെ ഇസ്രയേലും ട്രംപും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും മുന്നോട്ട് വെച്ചത്. അതല്ലാത്ത ഒരു കരാറുമില്ല എന്നാണ്. എന്ന് പറഞ്ഞ് വാർണിങ്ങുകൾ നൽകി, 1 മാസം നൽകി, ആഴ്ച നൽകി, ഇതൊക്കെ നൽകി ഇറാനെ ഭീതിപ്പെടുത്തി ഭയപ്പെടുത്തി ആ കരാറിലേക്ക് എത്തിക്കാനായിരുന്നു ശ്രമം നടത്തിയത്. മാത്രമല്ല സൗദിയുടെ വിദേശകാര്യമന്ത്രി ടെഹ്റാനിൽ വന്നുകൊണ്ട് പറഞ്ഞത് നിങ്ങൾക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നാമത്തെ കാര്യം ഇത് കഴിഞ്ഞ മാസം 30-ാം തീയതിയാണ് സൗദിയുടെ വിദേശകാര്യമന്ത്രി ടെഹ്റാനിലെത്തി സംസാരിക്കുന്നത്. അപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് അമേരിക്കയുടെ മുന്നിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, നിങ്ങൾക്ക് എതിരെ അവർ യുദ്ധം ചെയ്യും, അല്ലെങ്കിൽ അമേരിക്ക പറയുന്ന കരാറിൽ നിങ്ങൾ ഒപ്പിടുക. ഈ കാര്യമാണ്. ഇത് ഔദ്യോഗികമായി അറിയിക്കാൻ എന്ന നിലയിൽ തന്നെയാണ് അമേരിക്ക സൗദിയുടെ വിദേശകാര്യമന്ത്രിയെ അവിടേക്ക് എത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ആണവ റിയാക്ടറുകളുടെ പ്രവർത്തനം ഇറാനിൽ 0 ആക്കണമെന്നാണ്. എന്നാൽ ഈ കാര്യം നേടിയെടുക്കാൻ അമേരിക്കക്കോ ഇസ്രയേലിനോ സാധിച്ചോ? അമേരിക്കയുടെ കാഴ്ചപ്പാട് പ്രകാരം ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം സുരക്ഷിതമായോ, ആണവായുധങ്ങളില്ലാത്ത റിയാക്ടറുകൾ പ്രവർത്തിക്കാത്ത ഒരു ഇറാൻ ആണെന്ന് തറപ്പിച്ച് പറയാൻ ഇപ്പോൾ അമേരിക്കക്കോ ഇസ്രയേലിനോ സാധ്യമാണോ? ഇല്ലല്ലോ. അമേരിക്കയുടെ ആക്രമണം നടത്തിയതിനു ശേഷവും ഒന്നും സംഭവിച്ചില്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ വീണ്ടും കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഫോർദോ ആണവ കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്തിയത്. യഥാർത്ഥത്തിൽ പൂർണ്ണമായും നശിപ്പിച്ച് ഇല്ലാതാക്കി B-2 ബോംബറുകൾ എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. തുടച്ചു നീക്കി എന്നൊക്കെ പറയുന്ന മറുനാടനെ പോലെ പ്രഖ്യാപിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ പ്രഖ്യാപിക്കാൻ നെതന്യാഹുവിന് കഴിഞ്ഞില്ല. നെതന്യാഹു പറഞ്ഞത് അതിനെന്തെങ്കിലും സംഭവിച്ചോ എന്ന കാര്യം ഞങ്ങൾക്ക് അറിയില്ല എന്നാണ്. അറിയില്ല എന്ന് മാത്രമല്ല, സംഭവിച്ചിട്ടില്ല എന്ന കാര്യം ഞങ്ങൾക്കറിയാം എന്നാണ് വ്യംഗ്യമായി അതിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വീണ്ടും റിയാക്ടറുകൾക്ക് നേരെ ആക്രമണം നടത്തിയത്. പക്ഷെ ഇറാൻ അറിയാം ആ ആക്രമണങ്ങളൊന്നും തന്നെ ഈ ഫോർദോ ആണവ കേന്ദ്രങ്ങളിൽ
വരുത്തുകയില്ല എന്ന്. അങ്ങനെ വെക്കുമ്പോൾ ഈ അമേരിക്കയും ഇസ്രയേലും ഒരു ലക്ഷ്യങ്ങളും നേടിയിട്ടില്ല. ഈ യുദ്ധം അവർക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അവരുടെ ചെറിയൊരു ഭാഗം പോലും അവർക്ക് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇറാന്റെ മിലിറ്ററി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എത്രയോ മടങ്ങ് ആക്രമണം നവാത്തീനിലും അതുപോലുള്ള പല മിലിറ്ററി ബേസുകളിലും ഇസ്രയേലിന്റെ അകത്തും നടന്നിട്ടുണ്ട്. പലതും ഇസ്രയേൽ മൂടിവെക്കാൻ ശ്രമിച്ചു, ഫോട്ടോ എടുക്കാൻ വിസമ്മതിച്ചു എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് എത്രമാത്രം ഗൗരവമുള്ളതാണ്. മാത്രമല്ല ആളുകളുടെ താമസ മേഖലകളിലും അതുപോലെ മിനിസ്ട്രി സമുച്ചയങ്ങളിലും ഒക്കെ മിസൈൽ വന്ന് ബിൽഡിങ്ങുകൾ തകർന്നത് നമ്മൾ കണ്ടതാണ്. അവിടെയൊക്കെ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മിലിറ്ററി ബേസുകളുടെ കാര്യം എന്തായിരിക്കുമെന്ന് ചിന്തിക്കാനേ ഉള്ളൂ. ഇതൊക്കെ തന്നെയാണ് അമേരിക്കയും ഇസ്രയേലിനെയും യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാൻ നിർബന്ധിച്ചത്. ഇനിയൊരു യുദ്ധത്തിലൂടെ ആണവ പദ്ധതികളിൽ നിന്ന് ഇറാനെ മാറ്റുക എന്നത് അവരുടെ മുന്നിൽ അടഞ്ഞ അധ്യായമായി മാറുകയും ചെയ്തു എന്ന് വെക്കുമ്പോൾ പൂർണ്ണമായും 100% പരാജയമാണ് ഇസ്രയേലിനും അമേരിക്കക്കും ഈ യുദ്ധത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഈ യുദ്ധത്തിലൂടെ ഇനി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന്റെ പ്രതിച്ഛായയാണ്. യഥാർത്ഥത്തിൽ ഇസ്രയേൽ എന്തോ സംഭവമാണ് എന്ന് കരുതിയ പലരും ഉണ്ടായിരുന്നു. അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ അത് ലോകത്തുള്ള എല്ലാ മിസൈലുകളെയും എല്ലാത്തിനെയും തടുക്കുമെന്ന് കരുതിയ ആളുകൾക്ക് എല്ലാം തിരുത്തേണ്ടി വന്നു. ഇസ്രയേൽ എന്ന് പറയുന്നത് ഊതി വീർപ്പിച്ച ബലൂൺ മാത്രമാണ്. പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇറാന്റെ മിസൈലുകളെ മറികടക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇറാന്റെ മിസൈലുകൾ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കും. ഇസ്രയേൽ തന്നെ കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ സംവിധാനം ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഘട്ടം ഘട്ടമായി തകർത്തുകൊണ്ടിരിക്കുക എന്നത് ഇറാന്റെ പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ഈ പ്രതിരോധ സംവിധാനങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലൊക്കെയാണ് പലപ്പോഴും വിന്യസിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ മുന്നോട്ട് യുദ്ധം പോയാൽ അത് ഇസ്രയേൽ എന്ന് പറയുന്ന ചെറിയൊരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഈ ആക്രമണങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. അവിടെയുള്ള ആളുകളുടെ ജീവിതം ദുസ്സഹമാകും. അതേസമയത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിന്റെ 10 മടങ്ങ് വലിപ്പമുള്ളത് കൊണ്ട് ഇതിനെ അതിജീവിക്കാൻ ഇറാന് സാധിച്ചെന്ന് വരാം. മാത്രമല്ല മറ്റൊരു ഭാഗത്ത് ആണവായുധം ഉപയോഗിക്കുമെന്ന അഭ്യൂഹങ്ങളും ഉയർന്നു വരികയാണ്. റഷ്യയുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷവും അതിനു മുമ്പുമൊക്കെ ഇറാന് ആണവായുധം നൽകുമെന്ന സൂചന നൽകിയിട്ടുണ്ട്. ഇറാന് ആണവായുധം നൽകാൻ തയ്യാറുള്ള രാഷ്ട്രമുണ്ട് എന്ന് സൂചന നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വേണ്ടി വന്നാൽ ഇറാൻ ആണവായുധം ഉപയോഗിക്കാം. ഈ യുദ്ധത്തിന്റെ അവസാന നിമിഷം ഇറാൻ ഉപയോഗിക്കുന്നത് ആണവായുധമായിരിക്കും എന്ന് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ആണവായുധം ഉപയോഗിച്ചാൽ അത് ചെറുതാണെങ്കിൽ പോലും ഉൾക്കൊള്ളാൻ ഇസ്രയേലിന് കഴിയില്ല. ഇറാന്റെ ടെറിറ്ററി അത്രയും വിശാലമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അതിന് അതിജീവിക്കാൻ ഇറാന് സാധിച്ചേക്കാം. പക്ഷെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അതിന് കഴിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ആക്രമണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിമോണ എന്നറിയപ്പെടുന്ന ഇസ്രയേലിന്റെ ആണവ കേന്ദ്രം ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിലേക്കുള്ള സൂചന ഇറാൻ പലപ്പോഴും നൽകിയിട്ടുണ്ട്. 2, 3, 4 മിസൈലുകൾ ഈ ഡിമോണ എന്നറിയപ്പെടുന്ന റിയാക്ടറിന്റെ തൊട്ടടുത്ത് പതിച്ചിട്ടുണ്ട്. ഇതൊരു സൂചനയാണ്. ഈ ആക്രമണം നേരെ റിയാക്ടറിലേക്ക് പതിക്കും എന്നൊരു സൂചനയാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഇറാൻ വളരെ ശ്രദ്ധിച്ച് മാത്രമാണ് അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അതിന്റെ പ്രത്യാഘാതം അത് ഇസ്രയേലിൽ മാത്രമല്ല, അതിൽ നിന്നുണ്ടാകുന്ന റേഡിയേഷൻ തൊട്ടടുത്ത രാഷ്ട്രങ്ങൾക്കും ജോർദാൻ, ഈജിപ്ത് തുടങ്ങിയ രാഷ്ട്രങ്ങൾക്കൊക്കെ അതിന്റെ പ്രതിസന്ധി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ അതൊരു മാനുഷിക പ്രശ്നം ഉയർത്തുമെന്നതുകൊണ്ട് അതിലേക്ക് ഇറാൻ പരമാവധി പോകാതിരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ഒന്ന് നിർബന്ധിത ഘട്ടത്തിൽ ഇറാൻ ചെയ്താൽ ചെയ്യുമെന്ന് അമേരിക്കക്ക് അറിയാം. അവരുടെ ആയുധങ്ങൾ കൊണ്ട് അത് സാധിക്കുമെന്നറിയാം. ഇന്ന് നമുക്കറിയാം ഇറാൻ ഉപയോഗിച്ച മിസൈലുകൾ അവരുടെ ബങ്കറുകൾ തുളച്ചുപോയി അവിടെയുള്ള ആളുകൾക്ക് വരെ അപകടങ്ങൾ പറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇറാൻ അതിശക്തമായ മിസൈലുകളാണ് ഉപയോഗിക്കുന്നത്. വർഷങ്ങളോളമായി ഇറാൻ ഉപരോധത്തിലാണ്. അവർക്ക് മിസൈലുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം പോലും ഇറക്കുമതി ചെയ്യുന്നിടത്ത് പ്രതിസന്ധികളുണ്ട്. പലരും ചോദിക്കും എന്തുകൊണ്ട് ഇറാന് യുദ്ധവിമാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഇസ്രയേലിന്റെ മുകളിൽ പറന്നുകൂടാ? പക്ഷെ അതിന് പ്രധാനപ്പെട്ട ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, ആധുനിക യുദ്ധവിമാനങ്ങൾ ഇറക്കാൻ അമേരിക്കയും യൂറോപ്പും ഒക്കെ മുന്നോട്ട് വെച്ച ഉപരോധം കാരണം ഇറാൻ അതിന് സാധ്യമല്ല. ഞാൻ പറഞ്ഞു, ബാലിസ്റ്റിക് മിസൈലുകൾ പോലും ഉണ്ടാക്കാൻ ഒരുപാട് പ്രതിസന്ധികൾ ഇറാന്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാധുനിക സംവിധാനങ്ങൾ, യുദ്ധോപകരണങ്ങളൊന്നും പുറമേ നിന്ന് ഇറക്കാൻ ഇറാന് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. നിലവിലുള്ള മിസൈലുകളെല്ലാം അതിന്റെ എല്ലാ ടെക്നോളജികളും അത് ഇറാൻ സ്വയം വികസിപ്പിച്ചെടുത്തതാണ്. അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഭൂരിഭാഗവും 90% അവർ സ്വയം ഡെവലപ്പ് ചെയ്തതാണ്. അവരുടെ ഡ്രോൺ സംവിധാനങ്ങളും
അവർ സ്വയം ഡെവലപ്പ് ചെയ്തതാണ്. അവരുടെ ഹൈപ്പർസോണിക് സംവിധാനം അവർ സ്വയം നിർമ്മിച്ചതാണ്. അതേസമയത്ത് S-300 എന്നറിയപ്പെടുന്ന പ്രതിരോധ സംവിധാനമാണ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുതന്നെ ഇടക്കാലത്ത് ഈ ഒരു ആണവ കരാറിൽ എത്തിപ്പെട്ട ആ ഒരു സാഹചര്യത്തിലാണ് ഉപരോധം നീക്കിയപ്പോൾ ഈ റഷ്യക്ക് ഇറാനിലേക്ക് ആ ആയുധം നൽകാൻ, ആ പ്രതിരോധ സംവിധാനം നൽകാൻ സാധിച്ചത്. പിന്നീട് വീണ്ടും ട്രംപ് വന്നതിന് ശേഷം ആ ഉപരോധം വീണ്ടും വരികയാണ്. അതുകൊണ്ട് തന്നെ ഇറാന് മുന്നിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് മറ്റൊരു രാഷ്ട്രത്തിന്റെ മുകളിലൂടെ പോകേണ്ടി വരും. അതിനുള്ള അനുമതി യഥാർത്ഥത്തിൽ ഇറാന് ലഭിക്കുകയില്ല ജോർദാന്റെ ഭാഗത്തുനിന്നോ. കാരണം ഇസ്രായേലിനെ പേടിക്കുന്ന രാഷ്ട്രങ്ങൾ കൂടെയാണ് തൊട്ടടുത്തുള്ളത്. അതുകൊണ്ട് അവരുടെ ടെറിറ്ററിയോ വ്യോമ മേഖലയോ ഉപയോഗപ്പെടുത്തി ഇസ്രായേലിനെ ആക്രമിക്കാൻ അനുവദിക്കാൻ അവർക്ക് കഴിയില്ല. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ താവളങ്ങൾ ഉപയോഗപ്പെടുത്താൻ അവർക്ക് കഴിയും. ആ താവളങ്ങൾ ഉപയോഗപ്പെടുത്തിയ, അങ്ങനെ ഇറാഖിലുള്ള താവളങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി ആക്രമിക്കുമ്പോൾ അതിന് സാധ്യമാണ്. മാത്രമല്ല അമേരിക്കയുടെ ഏറ്റവും പുതിയ സംവിധാനങ്ങളായ F-35 അടക്കമുള്ള സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ 30-ലധികം എണ്ണം ഇസ്രായേലിന് നൽകിയിട്ടുണ്ട്. അത് വെച്ച് ആക്രമിക്കാനും ഇസ്രായേലിന് കഴിയും. പക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ആക്രമണം നടത്തുക എന്നത് വലിയ പ്രതിസന്ധിയുള്ള കാര്യമാണ്. എന്തായാലും ഇപ്പോൾ യുദ്ധം അവസാനിക്കുമ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് 4 മണിക്കാണ് ട്രംപ് യുദ്ധം നിർത്തുക എന്ന് പറഞ്ഞതെങ്കിൽ 4 മണിക്ക് ഇസ്രായേൽ അവസാനിപ്പിക്കുകയാണെങ്കിൽ 7 മണിക്ക് ഇറാൻ അവസാനിപ്പിക്കുമെന്നാണ്. അതായത് നിങ്ങൾ പറഞ്ഞ ഒരു സമയം തന്നെ അംഗീകരിക്കണമെന്നില്ല, ഞങ്ങൾ അങ്ങോട്ട് വെക്കുന്നത് 7 മണിയാണ്. ഈ 7 മണി വരെ ഇറാൻ ശക്തമായ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇറാന് ചില നേതൃത്വത്തെ നഷ്ടപ്പെട്ടെങ്കിലും ഇസ്രയേലിനോ അമേരിക്കക്കോ ഒരു ലക്ഷ്യവും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ആ ലക്ഷ്യം നേടിയെടുക്കാമെന്ന അവരുടെ കാഴ്ചപ്പാടുകൾക്ക് പോലും എന്നേക്കുമായിട്ടുള്ള വിരാമമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു ആക്രമണം ഇറാനിൽ നടത്തുക എന്നത് അടുത്ത കാലത്ത് സാധ്യമാവുകയില്ല. എന്നാൽ ഇനി ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവായുധം നിർമ്മിക്കാനുള്ള വലിയൊരു പഴുത് അവിടെ തുറന്നിട്ടുണ്ട്. കാരണം ഈ ആക്രമണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ ആണവായുധം ഉണ്ടായേ മതിയാകൂ എന്ന തലങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും ഇസ്രയേലിനും അമേരിക്കക്കുമുള്ള വലിയൊരു പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. അവരുടെ ഇസ്രയേലിന്റെ വലിയൊരു ഖ്യാതിയും ലോകത്ത് നഷ്ടപ്പെട്ടു. അവരുടെ ആയുധങ്ങളെ കുറിച്ച് പറയാനുള്ള മേന്മകൾ ഇതിനെല്ലാം തകരാർ സംഭവിച്ചു. മാത്രമല്ല 4-5 F-35 യുദ്ധവിമാനങ്ങൾ ഇറാൻ തകർത്തു എന്ന് പറയുമ്പോൾ ഈ പരിമിതമായ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്റ്റെൽത്ത് യുദ്ധവിമാനത്തെ ആദ്യമായി തന്നെ ഒരു രാഷ്ട്രം F-35 തകർക്കുന്നുണ്ട് എങ്കിൽ അത് ഇറാൻ ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഈ ആയുധ വിപണനത്തിനെയും കൂടുതലായി ബാധിക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി അമേരിക്കക്കും ഇസ്രയേലിനും വലിയ പ്രതിസന്ധികൾ ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഇനി യുദ്ധം അമേരിക്കയുമായി തുടങ്ങുകയാണെങ്കിൽ റഷ്യയും ചൈനയും കാത്തിരിക്കുന്നത് അത് തന്നെയാണ്. ഉടനെ സപ്ലൈ ലൈൻ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഇറാനിലേക്ക് എത്തും. ആ സപ്ലൈ ലൈൻ എന്താണോ ഇപ്പോൾ ഉക്രൈനെ ഉപയോഗപ്പെടുത്തി റഷ്യയിൽ ചെയ്യുന്നത് എങ്കിൽ ഇറാനെ ഉപയോഗപ്പെടുത്തി അമേരിക്കയെ ഇല്ലായ്മ ചെയ്യുക, അവരുടെ നാവിക സംവിധാനങ്ങൾ തകർത്ത് കളയുക എന്നത് റഷ്യയുടെയും ചൈനയുടെയും തൊട്ടടുത്ത പദ്ധതികളായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് ഇപ്പോൾ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ച് രക്ഷപ്പെടുകയാണ് എന്ന് ട്രംപ് മനസ്സിലാക്കുന്നു. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്.